എല്ലാ മാസത്തെയും പോലെ ഈ മാസവും നമ്മൾ 10 അച്ഛനമ്മമാരുടെ പിറന്നാളുകൾ ആഘോഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ആഘോഷം ഇവിടെ നടത്താനായിട്ട് സഹായിക്കുന്നത് ആരാണ്? 2 വർഷമായിട്ട് സ്നേഹക്കൂട്ടിലെ ഈ പിറന്നാളാഘോഷം എല്ലാ മാസവും നടക്കുകയാണ്. ഞങ്ങൾക്ക് ഇതിനായിട്ട് സഹായിക്കുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗീത ചേച്ചിയും വിജയൻ ചേട്ടനുമാണ്. അപ്പം എല്ലാ മാസവും ഒരുപക്ഷെ ജീവിതത്തിൽ ഒരിക്കൽ പോലും പിറന്നാളുകൾ ആഘോഷിച്ചിട്ടില്ലാത്ത അച്ഛനമ്മമാരാണ് ഇവരൊക്കെ തന്നെ, അല്ലേ? ഒരിക്കൽ പോലും പിറന്നാളുകൾ ആഘോഷിച്ചിട്ടില്ല, കേക്ക് കെട്ടിയിട്ടില്ല. ഇവരൊക്കെ അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ടും കൊച്ചുമക്കൾക്ക് വേണ്ടിയിട്ടും ഒക്കെ അവരുടെയൊക്കെ ആഘോഷങ്ങളിൽ പങ്കെടുത്തെങ്കിലും അവരുടെ പിറന്നാളുകൾ ഓർക്കാതെ പോയ ആ ഒരു സുദിനം ഓർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഗീത ചേച്ചി നമുക്കൊരു വലിയ സഹായമായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്, അല്ലേ? അപ്പം ഞങ്ങൾക്ക് എത്ര നന്ദി പറഞ്ഞാലും ചേച്ചി ഞങ്ങൾക്ക് ആ നന്ദി ഒരു നന്ദികേടായി തീരുന്നത് കൊണ്ട് സ്നേഹം മാത്രം പറഞ്ഞുകൊണ്ട് ചേച്ചിക്കും ചേട്ടനും വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട്, അതെ, മക്കൾക്കും മക്കൾക്കൂടെ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളുടെ ഈ മാസത്തെ പിറന്നാളാഘോഷം നടക്കുകയാണ്. അപ്പോൾ അവർക്ക് എല്ലാ അച്ഛനമ്മമാരോട് ചേർന്നൊരു താങ്ക്സ് പറഞ്ഞേ. നമ്മുടെ പിറന്നാളാഘോഷം നമ്മൾ ആരംഭിക്കുകയാണ്. നമ്മളേറെ സ്നേഹത്തോടു കൂടി നമ്മുടെ ഗോപാലകൃഷ്ണൻ അച്ഛനെ നമ്മുടെ ഈ പിറന്നാൾ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അടുത്തത് ഏറെ സ്നേഹത്തോടു കൂടി നമ്മുടെ ജോർജ് അച്ഛനെ ക്ഷണിക്കുകയാണ്. നാടുകുട്ടൻ അച്ഛനെ ക്ഷണിക്കുകയാണ്. നമ്മുടെ അനിലച്ഛനെ ഏറെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുകയാണ്. നമ്മുടെ മാധവി അമ്മേനെ ഏറെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുകയാണ്. സാറാമ്മയെ ക്ഷണിക്കുകയാണ്. രമണി അമ്മയെ ക്ഷണിക്കുകയാണ്. രമണിയമ്മ. പങ്കജാക്ഷി അമ്മയെ ക്ഷണിക്കുകയാണ്. പങ്കജാക്ഷി അമ്മ. ജഗദമ്മയെ ക്ഷണിക്കുകയാണ്. ജഗദമ്മ. ത്രേസ്യാമ്മ അമ്മയെയും നമുക്ക് ഏറെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കാം. നമ്മുടെ പിറന്നാളാഘോഷം ആരംഭിക്കുകയാണ്. നമ്മുടെ ത്രേസ്യാമ്മച്ചിയാണ്, എനിക്ക് തോന്നുന്നു 2ാമത്തെ പ്രാവശ്യമാണ് ത്രേസ്യാമ്മ, അല്ലേ? 2ാമത്തെ പ്രാവശ്യമാണ് ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. നമ്മുടെ സാറാമ്മച്ചി ആദ്യമായിട്ടാണ്. എന്നാ പരിപാടി എന്ന് വല്ല അറിയാവോ? എന്താ കേക്ക് മുറിക്കുന്ന പരിപാടികളെ അപ്പം നമുക്കേ സാറാമ്മച്ചിക്ക് അറിയത്തില്ല, ശരിക്കും ഓർമ്മ ഒക്കെ കുറവാണ്. ഈ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ ഇവിടേക്ക് എത്തിയത്. നമുക്കറിയാമല്ലേ, നമ്മൾ ഇവിടെ ഇരിക്കുന്ന പലർക്കും അവരെന്താണ് ചെയ്യാൻ പോകുന്നത്, അല്ലെ എന്താണ് ചെയ്യുന്നത്, അതിൻ്റെ പ്രാധാന്യം അവർക്ക് അറിയാൻ പറ്റാത്തവരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. കഴിഞ്ഞ രമണിയമ്മ ഒന്ന് ഭയങ്കര അവശയായി പോയിട്ട് ബെഡിലൊക്കെ ആയിപ്പോയതാണ്. പക്ഷെ പിന്നെയും നല്ല ആക്റ്റീവായിട്ട് തിരിച്ചു വന്നതാണ്, അല്ലേ? സന്തോഷമാണോ? പിറന്നാളാണോ ഇന്ന്? ആ, പിറന്നാൾ ആഘോഷിക്കാൻ പോവാ. ആ, അപ്പൊ നമുക്ക് സന്തോഷമായിട്ട് പിറന്നാൾ ആഘോഷിക്കാൻ പോവുകയാണ്. ഗോപാലകൃഷ്ണ 85 എന്നോട് പറഞ്ഞത്? 1 വയസ്സ് കൂട്ടി പറഞ്ഞു, കുറച്ച്, അല്ലേ? സത്യമാണോ? 84ആണോ? അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, 84 ഉറപ്പിച്ചു കേട്ടോ. ഒരു നല്ല കാര്യം കൊടുത്തരും. നമ്മുടെ ജോർജച്ചൻ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആളിവിടെ ഉണ്ട്. എത്രയുണ്ട്? 90 കഴിഞ്ഞോ? സന്തോഷം. സ്നേഹിക്കോട് ലോകം മുഴുവൻ എറണാകുളത്ത് കേരളത്തിലെ മുഖ്യമന്ത്രിയായി വരണം. 86. 86. ഇവിടെ ആഘോഷിക്കുന്നത് 2ാമത്തെ അല്ലേ? 2ാമത്തെ. 2020 കോവിഡ് സമയത്ത് നമ്മുടെ നാഗമ്പടം ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ജോർജച്ചൻ നമുക്ക് കിട്ടുന്നത്. അപ്പം ഒരു മോളുണ്ടായിരുന്നു, ആ മോള് മരിച്ചുപോയി. ഭാര്യയും സിസ്റ്ററായിരുന്നു, ഭാര്യയും മരിച്ചുപോയി. പിന്നെ സ്നേഹക്കൂട്ടിലത് ഇപ്പൊ എത്ര മക്കളല്ലേ? വേറെ മക്കളില്ലേ ഇഷ്ടം പോലെ? ഇത് മോളല്ലേ? പിന്നെ ഇത് ദൈവം എന്ന് പറഞ്ഞാൽ ഉണവും ഒടുക്ക ഉണവും കിടപ്പിടവും അതേ ദൈവം. എപ്പോഴും എന്റെ പോക്കറ്റുണ്ട്. എന്റെ ഫോട്ടോയും പോക്കറ്റ് വെച്ചിട്ടാണ് നടക്കുന്നത്. എല്ലാവരും വരുമ്പോ എല്ലാവരെയും കാണിക്കും. ഇതും വെച്ചിട്ടാണ് നടക്കുന്നത് കേട്ടോ.
ഒരു വർഷമായി. അമ്മ ആദ്യത്തെ പ്രാവശ്യം അല്ലേ? ആ, അമ്മ ആദ്യത്തെ പ്രാവശ്യമാണ് പിറന്നാൾ ആഘോഷിക്കുന്നത്. എങ്ങനെയുണ്ട്? സന്തോഷമാണോ? സന്തോഷം, എനിക്ക് സന്തോഷമാണ്. ആദ്യമായിട്ടാണോ പിറന്നാൾ ആഘോഷിക്കുന്നത്? ഇതിനു മുമ്പ് ആഘോഷിച്ചിട്ടുണ്ടോ? ഇല്ല. സന്തോഷം, ആദ്യമായിട്ടാണ് അമ്മ പിറന്നാൾ ആഘോഷിക്കുന്നത്. ആ, ഒരു പ്രാവശ്യം ആഘോഷിച്ചല്ലോ പങ്കജാക്ഷമ്മ? 2 പ്രാവശ്യം ആഘോഷിച്ചു. ഇത് 3ാമത്തെ പ്രാവശ്യമാണ്. 3ാമത്തെ പ്രാവശ്യമാണ് പങ്കജാക്ഷമ്മ. സന്തോഷമാണോ? സന്തോഷമാണ്. ജീവിതത്തിൽ ആദ്യം ഒരു കാര്യം, ആ, ജീവിതത്തിൽ ആദ്യം ഒരു കാര്യം എൻ്റെ നടക്കണമല്ലോ ഇങ്ങനത്തെ. ആ, അപ്പോൾ സന്തോഷം. മാധവിയമ്മ എത്ര? 3ാമത്തെ പ്രാവശ്യം അല്ലേ? ഇവിടുത്തെ ഏറ്റവും സീനിയറാണ്. 2ാമത്തെ പ്രാവശ്യം. ഇവിടുത്തെ ഏറ്റവും സീനിയറാണ്. എനിക്ക് തോന്നുന്നു 8-9 വർഷങ്ങൾക്ക് മുമ്പാന്ന് തോന്നുന്നു അല്ലേ? 8-9 വർഷമായി മാധവിയമ്മ സ്നേഹക്കൂട്ടിലെത്തിയത്. വയനാട്ടിൽ നിന്നാണ് മാധവിയമ്മ സ്നേഹക്കൂട്ടിലെത്തിയത്. സന്തോഷമാണോ? സന്തോഷം മോളെ. മോളെ അടുത്ത് വന്നാൽ എൻ്റെ വിഷമം മാറിയത്. ഇപ്പം എനിക്ക് നല്ല സന്തോഷത്തിൽ ഞാൻ നടക്കുന്നു നിൽക്കുന്നു. എന്നാണ്ട്? സുഖാണോ? സുഖം. ആദ്യത്തെ ബർത്ത്ഡേ അല്ലേ? ആദ്യത്തെ. ഇതിന് മുന്നേ പിറന്നാൾ ആഘോഷിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഇത്ര വിപുലമായ രീതിയിൽ ഇത്ര വിപുലമായിട്ട് ആഘോഷിച്ചിട്ടില്ല. ആഘോഷിക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പൊ സന്തോഷം. അച്ഛൻ ആദ്യമായിട്ടാണ് പിറന്നാൾ ആഘോഷിക്കുന്നത്. നല്ലൊരു കാര്യം കൊടുത്തേ. ആദ്യത്തെ പ്രാവശ്യം. ഈ തലയിലൊക്കെ എന്നെ വെച്ചേക്കുന്നേ. പിള്ളേരൊക്കെ നല്ല തൊപ്പിയൊക്കെ വെച്ചിരിക്കുകയാണല്ലോ. പെങ്ങൾ എവിടെ ഉണ്ടല്ലേ? കേക്ക് കട്ടിയാൽ എനിക്ക് അറിയത്തില്ല, എന്നെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ, കേക്ക് കട്ടിയാൽ നമുക്ക് പഠിപ്പിക്കാം കേട്ടോ. ചേച്ചി വന്നിട്ടുണ്ടല്ലേ? വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യത്തെ പ്രാവശ്യം വിപുലമായ രീതിയിലുള്ളതല്ല. അല്ല, അത് കഴിഞ്ഞു. ആ, ഇപ്പൊ നമ്മൾ വിപുലമായിട്ട് ആഘോഷിക്കുമ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞൊരു ഡാൻസ് ഉണ്ട്, തകർക്കണം കേട്ടോ.